ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 31-ാമത്തെ ശ്ലോകം നോക്കാം. കിം വാ ഭാഗവതാ ധർമ്മ ന പ്രായേണ നിരൂപിതാ പ്രിയാ പരമഹംസാനാം ത ഏവ ഹ്യച്യുത പ്രിയാ. കിം വാ ഭാഗവതാ ധർമ്മ. കിം എന്ന് പറഞ്ഞാൽ എന്ത്. കിം വാ എന്താണോ ഭാഗവതാധർമ്മ ഭാഗവത ധർമ്മങ്ങൾ ന പ്രായേണ നിരൂപിത. ന എന്ന് പറഞ്ഞാൽ ഇല്ല അല്ലെങ്കിൽ അല്ല എന്നുള്ളത്. നിരൂപിത നിരൂപണം ചെയ്യപ്പെടാത്തത്. ന നിരൂപിത എന്ന് പറഞ്ഞാൽ അത് ചെയ്യപ്പെടാത്തത് കൊണ്ടോ. പ്രായേണ എന്ന് പറഞ്ഞാൽ അധികമായിട്ട് അല്ലെങ്കിൽ അത് വേണ്ടത്ര വിധത്തിൽ ഭാഗവത ധർമ്മങ്ങൾ നിരൂപണം ചെയ്യപ്പെടാത്തത് കൊണ്ടോ. പ്രിയാ അതല്ല ഇഷ്ടപ്പെടുന്ന പരമഹംസാനാം ആത്മാരാമന്മാരായിട്ടുള്ള യോഗീശ്വരന്മാർക്ക് പരമഹംസന്മാർക്ക് ത ഏവ ഹ്യച്യുതപ്രിയ. ത ഏവ എന്ന് പറഞ്ഞാൽ അവ തന്നെ. തേ ഏവ അവ തന്നെ. ഹി അച്യുതപ്രിയ ഭഗവാന് പ്രിയങ്ങളായിട്ടുള്ള. അപ്പോൾ ഇവിടെ പറയാം ആത്മാരാമന്മാരായിട്ടുള്ള യോഗീശ്വരന്മാർക്ക് പ്രിയങ്ങളായിട്ടുള്ള ഭാഗവത ധർമ്മങ്ങൾ ഒരു പക്ഷേ ഞാൻ വേണ്ട വിധത്തിൽ വേണ്ടത്ര മികച്ച രീതിയിൽ അതിനെ നിരൂപണം ചെയ്യപ്പെടാത്തതുകൊണ്ടോ. അതുകൊണ്ടാവും ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ സങ്കടം നിൽക്കുന്നത്. കാരണം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവയും ഈ ഭാഗവത ധർമ്മങ്ങൾ തന്നെയാണല്ലോ. അത് തന്നെയല്ല, ഈ പരമഹംസന്മാരായിട്ടുള്ളവരുടെ ഇഷ്ടങ്ങളാണല്ലോ ഭഗവാൻ ഏറ്റവും പ്രിയം. അവർക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഞാനത് വേണ്ടത്ര പറഞ്ഞിട്ടില്ലായിരിക്കാം. ഭാഗവത ധർമ്മങ്ങൾ ഭഗവത് സംബന്ധമായിട്ടുള്ള ധർമ്മങ്ങൾ. അതുകൊണ്ടാവാം എൻ്റെ ഉള്ളിൽ ഈ ദുഃഖങ്ങളൊക്കെ ഇപ്പോഴും നിൽക്കുന്നത്. പരമഹംസന്മാരായിട്ടുള്ള യോഗികൾ ആത്മാരാമന്മാർ ആ ധർമ്മങ്ങളെയാണല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇവിടെ ആ പരമഹംസന്മാരെയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് ഞാൻ ആ ധർമ്മങ്ങളെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണ്ടത്ര രീതിയിൽ വർണ്ണിക്കാത്തത് കൊണ്ടാവാം എൻ്റെ ഉള്ളിൽ ദുഃഖം വന്നത്. ഭഗവാന് പ്രിയപ്പെട്ട ആത്മാരാമന്മാർക്ക് ഇഷ്ടമുള്ളതിനെ ഞാൻ വേണ്ട വിധത്തിൽ പറഞ്ഞില്ല. നോക്കൂ, അവിടെ നേരിട്ട് ഭഗവാൻ ഇഷ്ടമുള്ളതിലേക്ക് നേരിട്ട് പോവുകയല്ല. ഭഗവാൻ ഇഷ്ടം ആരെയാണ്? ഭഗവാന് വേണ്ടി ജീവിതത്തെ ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ആത്മാരാമന്മാരെ. അവരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് വേണം ഞാൻ വേണ്ടുന്നത് ചെയ്യാൻ. അവർക്കിഷ്ടപ്പെടുന്ന വിധത്തിൽ വേണം ഞാൻ ചെയ്യാൻ. അങ്ങനെ വന്നാൽ എൻ്റെ ഉള്ളിൽ ഈ സങ്കടമുണ്ടാവില്ല എന്നുള്ള ഒരു തിരിച്ചറിവ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. കിം വാ ഭാഗവതാ ധർമ്മ ന പ്രായേണ നിരൂപിത പ്രിയാ പരമഹംസാനാം ത ഏവ ഹ്യച്യുത പ്രിയാ. ശ്ലോകം വായിക്കുമ്പോൾ നിരൂപിത ഹ്യച്യുത പ്രിയാ. രണ്ടിടത്തും ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. അകാരം നീട്ടിയെടുക്കുകയും വേണം. വിസർഗമുള്ളത് കൊണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം. ഇനി ഹ്യച്യുത പ്രിയ, അവിടെ ഹി അച്യുത ആണ്. അതുകൊണ്ട് ഹ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. ബാക്കിയെല്ലാം എളുപ്പമുള്ള പദങ്ങളാണ് അതിലുള്ളത്. ഇനി അടുത്തത് 32-ാമത്തെ ശ്ലോകമാണ്. തസ്യൈവം ഖിലമാത്മാനം മന്യമാനസ്യ ഖിദ്യത കൃഷ്ണസ്യ നാരദോഭ്യൂ
നാരദോഭ്യാഗാദാശ്രമം പ്രാഗുദാഹൃതം. തസ്യൈവം ഖിലമാത്മാനം തസ്യൈവം, തസ്യ ഏവമാണ് തസ്യൈവം, അതുകൊണ്ട് തസ്യ, അതുകൊണ്ട് ഏവം ഇപ്രകാരം ആത്മാനം ആത്മാവിനെ, ഖിലമാത്മാനം, ഖിലം ആത്മാനം രണ്ട് വാക്കുകളാണ് അവിടെ. ഖിലം എന്ന് പറഞ്ഞാൽ ന്യൂനമായിട്ട് അഥവാ അപൂർണമായിട്ട്, അപരിപൂർണമായിട്ട്, ആത്മാനം സ്വയം, മന്യമാനസ്യ വിചാരിക്കുന്നവനും അങ്ങനെ മാനിക്കുന്നവനും, ഖിദ്യത എന്ന് പറഞ്ഞാൽ ഖേദിക്കുന്നവനുമായ, കൃഷ്ണസ്യ, തസ്യ എന്ന് പറഞ്ഞാൽ അവിടെ ആ എന്നുള്ള, കൃഷ്ണസ്യ ആ വ്യാസഭഗവാന്റെ, വ്യാസരുടെ, നാരദോഭ്യാഗാദാശ്രമം, നാരദഃ അഭ്യാഗാദ് ആശ്രമം, 3 വാക്കുകളാണ്. നാരദോഭ്യാഗാദാശ്രമം, നാരദഃ എന്ന് പറഞ്ഞാൽ നാരദ മഹർഷി, നാരദര്, അഭ്യാഗാദ് അഭിഗമിച്ചു, അല്ലെങ്കിൽ ആ സമയത്ത് അവിടേക്ക് കയറി വന്നു, ആശ്രമം ആശ്രമത്തെ, ആശ്രമത്തിലേക്ക് കയറി വന്നു. നമ്മൾ പറഞ്ഞിരുന്നു ബദരിയാശ്രമത്തിലായിരുന്നു വ്യാസഭഗവാൻ പോയി ഇരുന്നത്. സരസ്വതി നദീകരയിലുള്ള ബദരി ആശ്രമത്തിലിരിക്കുന്ന വ്യാസഭഗവാന്റെ ഉള്ളിലെ ചിന്തകളിലൂടെയാണ് നമ്മൾ ഇത്ര നേരവും പ്രയാണം ചെയ്തുകൊണ്ടിരുന്നത്. വ്യാസഭഗവാനോടൊപ്പം നമ്മളും ചരിക്കുകയായിരുന്നു. ഇനി ഇവിടെ വെച്ചിട്ടാണ് തൻ്റെ ദുഃഖത്തിന് ഹേതു എന്താണെന്നുള്ള തിരിച്ചറിവുകൾ ചിലതൊക്കെ ഉള്ളിലേക്ക് വന്ന സമയത്താണ് അവിടെ ശ്രീ നാരദ മഹർഷി അങ്ങോട്ടേക്ക് വരുന്നത്. പ്രാഗുദാഹൃതം, പ്രാഗ് എന്ന് പറഞ്ഞാൽ മുൻപ്, ഉദാഹൃതം മുൻപ് പറഞ്ഞതായ ആശ്രമത്തെ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ മുൻപ് പറഞ്ഞതായ ആ ആശ്രമത്തിലേക്ക്, ബദരി ആശ്രമത്തിലേക്ക് ശ്രീ നാരദ മഹർഷി എത്തിച്ചേർന്നു. അപ്പോൾ ഇങ്ങനെ ആത്മാവ് പരിപൂർണമായി പ്രസാദിക്കാത്തതിനെക്കുറിച്ച് സ്വയം ഇങ്ങനെ ഖേദിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യാസമഹർഷിയുടെ മുൻപ് പറഞ്ഞതായിട്ടുള്ള ആ ബദരി ആശ്രമത്തിലേക്ക് ഈ സമയത്ത് നാരദ മഹർഷി കടന്നു വരുന്നു. അപ്പോൾ ചില വെളിപാടുകൾ തൻ്റെ ഉള്ളിലുണ്ടാകുന്നു. തൻ്റെ ദുഃഖത്തിൻ്റെ കാരണം താൻ തന്നെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിച്ച് മനനം ചെയ്ത് കണ്ടുപിടിച്ച ചില കാരണങ്ങൾ, ചില കാര്യങ്ങൾ മനസ്സിലേക്ക് ബോധ്യം വന്നതും ആ സമയത്താണ് നാരദ മഹർഷി അവിടേക്ക് വരുന്നതും. നോക്കൂ, ഇതിനെയാണ് നമ്മൾ കോയിൻസിഡൻസ്, അതായത് ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുപെടും. ചിലതൊക്കെ നമ്മളെ അറിയിക്കുന്നതിനും അറിയിപ്പിക്കുന്നതിനും തോന്നിപ്പിച്ചു തരുന്നതിനും, അതും ഭഗവാന്റെ നിയോഗമാണ്. നമുക്കത് അറിയാനുള്ള അല്ലെങ്കിൽ തിരുത്തപ്പെടാനുള്ള സമയമാകുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ചില പോറലുകൾ ഇങ്ങനെ ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് കര കയറ്റാൻ, നമുക്ക് കര കയറാൻ സാഹചര്യങ്ങൾ, വ്യക്തികൾ, ചില നിമിത്തങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കും. അത് ഭഗവത് കൃപയാണ്. ഇവിടെ ആ ഭഗവത് കൃപ ശ്രീ നാരദ മഹർഷിയുടെ രൂപത്തിലാണ് വ്യാസഭഗവാന്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വന്നു കയറിയിരിക്കുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തസ്യൈവം ഖിലമാത്മാനം മന്യമാനസ്യ ഖിദ്യത കൃഷ്ണസ്യ നാരദോഭ്യാഗാദാശ്രമം പ്രാഗുദാഹൃതം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഖിലമാത്മാനം, ഖിലം ആത്മാനമാണ്. മായുടെ ആകാരം ശ്രദ്ധിക്കുക, നീട്ടിയെടുക്കേണ്ടതുണ്ട്. ഖിദ്യത, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്ത് നാരദോഭ്യാഗാദാശ്രമം, അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് തന്നെ ഓകാരം നീട്ടിയെടുക്കുക. അതുപോലെ നാരദോഭ്യാഗാദ് ആശ്രമമാണ് അവിടെ
ദായുടെ ആകാരം നീട്ടിയെടുക്കുക. അതുപോലെ പ്രാഗുദാഹൃതം, ഉദാഹൃതമാണ് ഗായുടെ ഉകാരം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം 33-ാമത്തെ ശ്ലോകമാണ്. ഇനി എന്താണ് അവിടെ നടന്നത്? നാരദ മഹർഷി വന്നു. ഇനി എന്താണ് അവിടെ നടന്നത് എന്ന് പറയുകയാണ്. തമഭിജ്ഞായ സഹസാ പ്രത്യുത്ഥായാഗതം മുനി പൂജയാമാസ വിധിവൻ നാരദം സുരപൂജിതം. തമഭിജ്ഞായ സഹസാ, തം ആ അഭിജ്ഞായ, തം അഭിജ്ഞായ ആണ് തമഭിജ്ഞായ. അഭിജ്ഞായ എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട്. സഹസ ഒരു സംഭ്രമത്തോടുകൂടി. പ്രത്യുത്ഥായാഗതം, പ്രത്യുത്ഥായ ആഗതം, രണ്ട് വാക്കുകളാണ് അവിടെ. ആഗതം എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്ന, ആര്? ആ നാരദ മഹർഷി വന്നിരിക്കുന്നത് അറിഞ്ഞിട്ട്, അതായത് തൻ്റെ ഉള്ളിലേക്ക് ധ്യാനത്തിൽ ലയിച്ചിരുന്ന വ്യാസഭഗവാൻ തൻ്റെ ആശ്രമത്തിലേക്ക്, കാരണം അവിടുത്തെ വഴി നമ്മൾ പറഞ്ഞിരുന്നു അതൊരു ആൾ സഞ്ചാരമില്ലാത്ത ഒരിടമാണ് എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുമുള്ള ഡിസ്റ്റർബൻസസ്, തൻ്റെ ചിന്തകളെ വ്യതിചലിപ്പിക്കുന്ന ഒന്നും തന്നെ ഇല്ലാത്ത ഒരിടത്ത് ആ സരസ്വതി നദിക്കരയിൽ ബദരി ആശ്രമത്തിൽ വന്നിരുന്നായിരുന്നു ഈ ചിന്തകളിലേക്ക് വ്യാസഭഗവാൻ ഓളിയിട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് നാരദ മഹർഷി എഴുന്നള്ളിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ ധ്യാനത്തിൽ നിന്നും വ്യാസഭഗവാൻ ഉണർന്നു. എന്നിട്ട് ആ നാരദ മഹർഷിയെ വന്നതറിഞ്ഞിട്ട് സഹസ ഒരൽപ്പം സംഭ്രമത്തോടുകൂടി മുനി എന്ന് പറയുന്നത് ഇവിടെ വ്യാസഭഗവാനെയാണ്, പൂജയാമാസ പൂജിച്ചു, വേണ്ട വിധത്തിൽ തന്നെ പൂജിച്ചു. വിധിവന്നാരദം, വിധിപ്രകാരം തന്നെ പൂജിച്ചു. ആരെ? നാരദം, ശ്രീ നാരദ മഹർഷിയെ വിധിപ്രകാരം തന്നെ പൂജിച്ചു. സുരപൂജിതം, ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നതായിട്ടുള്ള ആ നാരദ മഹർഷിയെ വ്യാസഭഗവാൻ വേണ്ട വിധത്തിൽ തന്നെ പൂജിച്ചു. നോക്കൂ, അവിടെ ശബ്ദായമാനമായ അല്ലെങ്കിൽ കോലാഹലം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലിരുന്നായിരുന്നു വ്യാസഭഗവാൻ ഈ മനനം ചെയ്തിരുന്നതെങ്കിൽ ഒരു പക്ഷേ ഈ ദുഃഖത്തിൻ്റെ കാരണത്തിലേക്ക് എത്തിച്ചേരില്ലായിരുന്നു. കാരണം പലതരത്തിൽ ആ ചിന്തയെ വ്യതിചലിപ്പിക്കാൻ വഴിമാറ്റി വിടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകുമായിരുന്നു. ഇവിടെ അതല്ലാത്തത് കൊണ്ട് തന്നെ ആ മനനം ചെയ്യൽ കൃത്യമായ അതിൻ്റെ റൂട്ടിലേക്ക്, അതിൻ്റെ ആ യഥാർത്ഥ കാരണത്തിലേക്ക് എത്തിച്ചേരുകയും കാരണം കണ്ടുപിടിക്കുകയും ചെയ്തു. ആ നിമിഷത്തിലാണ് ദേവന്മാരാൽ പോലും പൂജിക്കപ്പെടുന്ന നാരദ മഹർഷി അവിടേക്ക് എത്തിച്ചേരുന്നത്. പെട്ടെന്നൊരു കാൽപ്പെരുമാറ്റം കേട്ടപ്പോൾ വ്യാസമഹർഷി കണ്ണു തുറന്നു. കണ്ടത് നാരദ മഹർഷിയാണ്. ഒരല്പം സംഭ്രമമുണ്ടായി. എന്താ? തൻ്റെ ഉള്ളിലെ ദുഃഖത്തിൻ്റെ കാരണം തേടി പോയിരുന്നതാണ് വ്യാസഭഗവാൻ. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ തൻ്റെ ദുഃഖത്തിൻ്റെ ഹേതു എന്താണെന്ന് സ്വയം വിശകലനം ചെയ്ത് അറിഞ്ഞ വ്യാസഭഗവാൻ എളുപ്പം തന്നെ എഴുന്നേറ്റ് സുരന്മാരാൽ പോലും പൂജിക്കപ്പെടുന്ന നാരദ മഹർഷിയെ വിധിപ്രകാരം തന്നെ പൂജിച്ചു. നമ്മൾ എത്ര സ്വകാര്യ ദുഃഖങ്ങളിൽ മുഴുകിയിരുന്നാലും ബഹുമാനിക്കേണ്ടവരെ, സജ്ജനങ്ങളെ, ഇതുപോലെയുള്ള മാമുനിമാരെ വേണ്ട വിധത്തിൽ തന്നെ പൂജിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ദുഃഖത്തിൻ്റെ കാരണം പറഞ്ഞ് അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ ഒഴിവുകഴിവുകൾ പറഞ്ഞ് നമ്മുടെ അസൗകര്യങ്ങൾ പറഞ്ഞ് ബഹുമാനിക്കാതിരിക്കരുത്.
വേണ്ട വിധത്തിൽ തന്നെ അവരെ പൂജിക്കണം എന്ന് വ്യാസമഹർഷി ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തമഭിജ്ഞായ സഹസാ പ്രത്യുത്ഥായാഗതം മുനി പൂജയാമാസ വിധിവന്നാരദം സുരപൂജിതം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തമഭിജ്ഞായ, തം അഭിജ്ഞായ ആണ് മായുടെ ആകാരം ശ്രദ്ധിക്കുക. പ്രത്യുത്ഥായാഗതം, പ്രത്യുത്ഥായ ആഗതമാണ്, ആകാരം നീട്ടിയെടുക്കുക. മുനി വിസർഗമുള്ളത് കൊണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ വിധിവന്നാരദം, അവിടെ നാ കൂട്ടക്ഷരമാണ്. വിധിവത് നാരദമാണ്, നാ കൂട്ടക്ഷരമാണ്. വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഭഗവാന്റെ കൃപ കൊണ്ട് 4-ാമത്തെ അധ്യായവും നമ്മൾ ഒന്ന് അർത്ഥവിചാരം ചെയ്യുവാൻ ഒരു ശ്രമം നടത്തുകയുണ്ടായി. അടുത്ത സത്സംഗത്തിൽ നമുക്കിത് സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാൻ ഭഗവാന്റെ കൃപയുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഭഗവാന്റെ ആ പൊന്നു തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളട്ടെ. അവിടുന്ന് പറയിപ്പിച്ച വാക്കുകളൊക്കെ അവിടുത്തെ പാദങ്ങളിൽ അർപ്പിക്കുന്ന അർച്ചനാപുഷ്പങ്ങളായി കണ്ട് സ്വീകരിക്കണമെന്ന അപേക്ഷയോടുകൂടി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷിയോപാഖ്യാനെ ചതുർത്ഥോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അടുത്ത സത്സംഗത്തിൽ നമുക്ക് ഈ ഒരു അധ്യായം സമ്പൂർണ്ണം പാരായണം ചെയ്യാം. ഹരേ കൃഷ്ണ.